ആരാധ്യനായ അധ്യക്ഷൻ ഹിന്ദുത്വ രാഷ്ട്രീയത്തിന്റെ പടനായകനായി എത്തിച്ചേർന്നിരിക്കുന്നു. ജനങ്ങളുടെ അഭിപ്രായം ഈ തെരഞ്ഞെടുപ്പിൽ എന്തായിരിക്കും എന്നുള്ളതിന് ചില സൂചനകൾ നേരത്തെ തന്നെ ജനങ്ങൾ നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ 2 വർഷങ്ങൾക്കിടയിൽ 2 തെരഞ്ഞെടുപ്പുകൾ നമ്മുടെ സംസ്ഥാനത്ത് നടന്നു. ഒന്ന് ഗ്രാമപഞ്ചായത്തുകളിലേക്കും മറ്റ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കും, മറ്റൊന്ന് ലോക്സഭയിലേക്ക്. ഈ 2 തെരഞ്ഞെടുപ്പിലും മാർക്സിസ്റ്റ് പാർട്ടി പരാജയപ്പെട്ടു. നിലവിൽ കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്ന മുന്നണിക്ക് നേതൃത്വം നൽകുന്ന പാർട്ടിയാണ് മാർക്സിസ്റ്റ് പാർട്ടി. അതുകൊണ്ട് തന്നെ ഈ വിധിയെഴുത്ത് ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഗവൺമെന്റിനെതിരാണ് എന്നുള്ളത് വ്യക്തമാണ്. ജനങ്ങൾ ഈ ഗവൺമെന്റിനെ തള്ളിക്കളഞ്ഞിരിക്കുന്നു. ജനങ്ങൾ ഈ ഗവൺമെന്റിൽ അവിശ്വാസം രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മാർക്സിസ്റ്റ് പാർട്ടിക്കെതിരായിട്ടുള്ള ഒരു വിധിയെഴുത്ത്, ആ വിധിയെഴുത്തിനെ കുറിച്ചാണ് സ്വാഭാവികമായും ചർച്ച ചെയ്യപ്പെടുന്നത്. മാർക്സിസ്റ്റ് പാർട്ടിയെ പരാജയപ്പെടുത്തി കോൺഗ്രസിന് ഭരണത്തിലെത്തിയാൽ നിലവിലുള്ള സാഹചര്യത്തിൽ നിന്ന് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടാകും എന്ന് ഇപ്പൊ ജനങ്ങൾക്ക് തോന്നുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കാരണം കഴിഞ്ഞ ഒരു 15-20 ദിവസങ്ങൾക്കിടയിൽ കേരളത്തിലെ കോൺഗ്രസിന്റെ നേതാക്കന്മാര്, ആ നേതാക്കന്മാരിൽ നിരവധി ആളുകൾക്കെതിരായിട്ട് കേസുകൾ ഉയർന്നു വന്നിരിക്കുന്നു, ആരോപണങ്ങൾ ഉയർന്നു വന്നിരിക്കുന്നു. സാങ്കേതികമായിട്ട് ചില ആളുകൾ ശിക്ഷിക്കപ്പെട്ടു, ചില ആളുകൾ പ്രതിക്കൂട്ടിലാണ്. പക്ഷേ ഈ നീതിന്യായ സംവിധാനത്തിന് പുറത്ത് ജനങ്ങളുടെ മനസ്സിൽ ഇവരെല്ലാവരും പ്രതികളാണ്. പ്രതികൾ എന്നുള്ള നിലയിൽ അവർ പ്രതിക്കൂട്ടിൽ നിൽക്കുക. ഇപ്പൊ ജനങ്ങളുടെ മനസ്സിലുള്ള ഒരു സംശയം, ഒരു ചോദ്യം, CPM-നെ പരാജയപ്പെടുത്തി ഇവരെയാണോ ഭരണം ഏൽപ്പിക്കേണ്ടത് എന്നുള്ളതാണ്. ഞങ്ങൾ ഈ പദയാത്ര ആരംഭിച്ചപ്പോൾ ഉയർത്തിയ പ്രധാനപ്പെട്ട മുദ്രാവാക്യങ്ങൾ, ആ മുദ്രാവാക്യങ്ങളുടെ പ്രസക്തി അതുകൊണ്ട് തന്നെ ഇപ്പൊ വർദ്ധിച്ചിരിക്കുകയാണ്. ജനങ്ങൾ അത് കൂടുതൽ അംഗീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാണ് ഈ കഴിഞ്ഞ ഒരു പദയാത്ര ആരംഭിച്ചപ്പോൾ കാസർഗോഡ് ജില്ലയിലും കണ്ണൂർ ജില്ലയിലും ഒക്കെ ഞങ്ങൾ പര്യടനം നടത്തിയപ്പോൾ ജനങ്ങള് ഞങ്ങളുടെ പദയാത്ര കാണാൻ വന്നത് BJP-ക്കാർക്ക് എന്താ പറയാനുള്ളത് എന്നൊന്ന് കേൾക്കാം. യാത്ര പിന്നെ നിർത്തി, വീണ്ടും യാത്ര തുടങ്ങി. അത് എവിടെ അവസാനിച്ചെന്ന് ഒരു പിടിയില്ല. തിരുവനന്തപുരത്ത് അവസാനിച്ചില്ല, പത്തനംതിട്ടയിലോ ഏതോ ആളില്ലാത്ത മൂലയെ കൊണ്ടുപോയി ഉമ്മൻചാണ്ടി ഒരു ഊരാക്കുടിക്കപ്പെട്ട മാതിരിയായി അത് അവസാനിപ്പിച്ചു. എന്തായാലും BJP-ന്റെ യാത്ര ജനുവരി മാസം 16-ാം തീയതി ഉപ്പളയില് പാർട്ടിയുടെ അഖിലേന്ത്യാ അധ്യക്ഷൻ നിതിൻ ഗഡ്കരി ഉദ്ഘാടനം ചെയ്തു. ഈ 2 യാത്രയും തമ്മിലൊരു താരതമ്യ പഠനം ചെയ്യുമ്പോൾ പിണറായി വിജയൻ പറഞ്ഞതുപോലെ ഇവിടെ മാധ്യമ സിൻഡിക്കേറ്റ് BJP-യുടെ ഈ യാത്രയ്ക്ക് വേണ്ടത്ര പ്രാധാന്യം കൊടുക്കുന്നില്ല. ഏതാണ്ട് 1000-ൽ പരം പ്രവർത്തകരാണ് ദിവസവും യാത്രാ നായകന്റെ കൂടെ നടന്നു വരുന്നത്. കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട്, മലപ്പുറം, പാലക്കാട്, തൃശൂർ, എറണാകുളം ഗ്രാമങ്ങളെയും നഗരങ്ങളെയും ഒരുപോലെ ചലിപ്പിച്ചുകൊണ്ട് ആ യാത്ര കടന്നു വരുന്നു. യാത്രാ നായകന് യാതൊരു ക്ഷീണവുമില്ല. ഒരു സാധന എന്ന നിലയ്ക്കാണ് ഈ യാത്ര തുടങ്ങിയിട്ടുള്ളത്. കേരളത്തിന്റെ ചരിത്രത്തിലെ ഇതുവരെയും 41 ദിവസം നീണ്ടു നിൽക്കുന്ന പദയാത്ര ഒരു രാഷ്ട്രീയ പാർട്ടികളും നടത്തിയിട്ടില്ല. ഇതൊരു ചരിത്ര സംഭവം എന്ന നിലക്കാണ് ഇത്രയും ജില്ലകൾ പിന്നിട്ടിട്ടും
ജനങ്ങളുടെ പങ്കാളിത്തം ഓരോ ദിവസം ചെല്ലും തോറും അത് കൂടിക്കൂടി വരുന്നു. ഈ യാത്ര 26-നാണ് തിരുവനന്തപുരത്ത് സമാപനം കുറിക്കുന്നത്. ഒരു ലോകകപ്പ് ക്രിക്കറ്റ് കളിക്കും പോലെ ഇതൊരു സന്നാഹ യാത്രയാണ്, ഒരു സന്നാഹ മത്സരമാണ്. ഇപ്പൊ നോക്കുന്നത് പിച്ച് അനുകൂലമാണോ എന്നാണ്. കാസർഗോഡ് നിന്ന് പിച്ച് പരിശോധിച്ച് വരാണ്. പിച്ച് അനുകൂലം, കാണികൾ ഇഷ്ടം മാതിരി, ഗാലറി ഫുള്ളാണ്. ഇത് ബാറ്റിംഗ് പിച്ചാണോ ബൗളിംഗ് പിച്ചാണോ നോക്കിയാൽ മതി. ബാറ്റിംഗ് പിച്ചാണ്. ഈ യാത്രയുടെ അവസാനം വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ്, രണ്ട് മുന്നണികളും കിടിലം കൊള്ളാണ്. ഇപ്പോ ബഹുമാനായ ആഭ്യന്തര വകുപ്പ് പിണറായി കോടിയേരി ബാലകൃഷ്ണൻ നയിക്കുന്ന ഒരു യാത്രയുണ്ട്, വികസന മുന്നേറ്റ യാത്ര. ഉമ്മൻചാണ്ടിയുടെ കേരള മോചന യാത്ര. ഈ രണ്ട് പഹയന്മാരും കേരളം മാറി മാറി ഭരിച്ചവരാണ്. ഒന്നുകിൽ ഇടത്, അല്ലെങ്കിൽ വലത്, അല്ലെങ്കിൽ വലത്, അല്ലെങ്കിൽ ഇടത്. ഈ മുന്നണികള് ഇപ്പോൾ മുദ്രാവാക്യം പറയുന്നു കേരള മോചന യാത്ര. ചോദിക്കട്ടെ, ഉമ്മൻചാണ്ടി ആത്മാർത്ഥത ഉണ്ടെങ്കിൽ ഈ യാത്രയുമായി പോകേണ്ടത് വടക്കോട്ട പോണ്ടേ? അവിടെ സോണിയാഗാന്ധിയുടെ ഭവനത്തിലേക്കോ പ്രധാനമന്ത്രിയുടെ ഭവനത്തിലേക്കോ ഈ യാത്രയും പോകേണ്ടത്. കേരളത്തിലല്ല വടക്കുന്ന വട്ടം കറക്കണ്ടേ, ഇത് നേരെ വടക്കോട്ട് പോകണം. 4.25 കൊല്ലം ഭരണത്തിലിരുന്ന് കസേരയിരുന്ന് ഇനി താഴെ ഇറങ്ങാൻ 3-3.5 മാസമോ 2-2.5 മാസമോ ഉള്ളൂ. ആ സമയത്ത് ഇടതുപക്ഷത്തിന്റെ മന്ത്രിമാര് തന്നെ ഇറങ്ങിയേക്കാണ് വികസനവും പറഞ്ഞുകൊണ്ട്. ഈ ജനവഞ്ചക മുന്നണികൾക്ക് മറുപടി കൊടുക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. സംബന്ധിച്ച് നമുക്കറിയാം, വ്യവസായ സ്ഥാപനങ്ങൾ മുഴുവൻ പൂട്ടുന്ന തരത്തിലുള്ള കാര്യങ്ങളാണ് നമ്മുടെ സംസ്ഥാനത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരൊറ്റ പുതിയ വ്യവസായ സംരംഭങ്ങൾ നമ്മുടെ കേരളത്തില് ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല, കേരളത്തിൽ ഇന്ന് നിലനിൽക്കുന്നതായിട്ടുള്ള പല വ്യവസായ സംരംഭങ്ങൾ ഇല്ലാതാവുന്ന തരത്തിലുള്ള ഏർപ്പാടുകളാണ് ഈ കേരളത്തിലെ മുന്നണികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വിദ്യാഭ്യാസ രംഗത്തെ സംബന്ധിച്ച് നമ്മൾ നോക്കുന്ന ദിവസം നമുക്കറിയാം, നമ്മള് കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മലയാളികൾ അഭിമാനത്തോടു കൂടി പറയും, വിദ്യാസമ്പന്നരായിട്ടുള്ള അല്ലെ 100% സാക്ഷരരായിട്ടുള്ള ജനവിഭാഗമാണ് കേരളത്തിലുള്ളത് എന്ന് നമ്മൾ അഭിമാനത്തോടു കൂടി പറയും. എന്താ ഇന്ന് നമ്മുടെ വിദ്യാഭ്യാസ രംഗത്തുള്ള സ്ഥിതി? നമുക്കറിയാം, 2ാം മുണ്ടശ്ശേരിയാണെന്നൊക്കെ പറഞ്ഞ് കേരളത്തിലെ വിദ്യാഭ്യാസ മന്ത്രിയായി ഇന്ന് പ്രവർത്തിക്കുന്ന ശ്രീമാൻ M.A. ബേബി, ആ M.A. ബേബിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഈ വിദ്യാഭ്യാസ രംഗം തകർത്ത് തരിപ്പണമാക്കിയതിന്റെ ഏറ്റവും മുഖ്യ പങ്ക് വഹിച്ച ആളായി മാറിയിരിക്കുകയാണ്.